ഏലിയവനെ പോറ്റിയ ദൈവമാണ് നമ്മുടെ കർത്താവ്. കാക്കയുടെ വായിൽ അപ്പവും ഇറച്ചി കൊണ്ട ദൈവമാ. എന്തുകൊണ്ടാണ് ദൈവം കാക്കയെ തെരഞ്ഞെടുത്തു? ഇന്ന് സമൂഹത്തിൽ വെറുക്കുന്ന ഒരു പക്ഷിയാ കാക്ക. കാണാൻ ഭംഗിയില്ല അല്ലേ, കറുത്തിരിക്കുന്ന ഒരു നിറം. പക്ഷേ ദൈവം ഇതിനെ തെരഞ്ഞെടുത്തു. സാധാരണ ഏത് കാക്കയുടെ വായി ഇറച്ചി കൊടുത്താലും അത് എവിടെയും കൊണ്ട് കൊത്തി പറക്കി തിന്നും. പക്ഷെ ദൈവം ആ കാക്കയെ വിളിച്ച് കൽപ്പിച്ചാക്കിയത് കൊണ്ട് കാക്കയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിയില്ല. കാരണം വിളിച്ചിറക്കിയ ദൈവമാണ് കാക്ക. കാക്ക അതനുസരിച്ചു. ഈ കാക്ക എന്ത് ചെയ്തു? സമയാസമയത്ത് 2 നേരം അപ്പം ഇറച്ചിക്കൊണ്ട് തന്റെ ദാസന് കൊടുക്കുക. കാക്കയുടെ വരവ് നിന്നപ്പോൾ അവിടെയും ദൈവത്തിന്റെ പദ്ധതി നിലച്ചില്ല. എഴുതിയിട്ട് നിനക്ക് വേണ്ടി സാറാപ്പത്തിലെ വിധവയെ ഞാൻ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്, നീ അവിടെ ചെല്ലാം. അവിടെ ചെന്നപ്പോൾ ഉണ്ട് വലിയൊരു അത്ഭുതം അവിടെ കാണുവാനായിട്ട് സ്തോത്രം. മരിക്കുവാനിരിക്കുന്ന വിധവയുടെ അടുക്കൽ അയച്ചത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേ അപ്പവും തിന്നിട്ട് ആമേ വെള്ളവും കുടിച്ചിട്ട് മരിക്കുവാനിരിക്കുന്നവരുടെ അടുക്കലേക്ക് പ്രവാചകൻ ചെല്ലുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് വിധവ അറിയുന്നില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ ദൈവം ആ ദേശത്തെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ദാസന് വെളിപ്പെടുത്തുവാൻ വേണം ദൈവം തന്നെ മുന്നമേ അയച്ചു. പ്രൈസ് ലോർഡ്. അവിടെ ചെന്നപ്പോൾ ദാസന് ഉണ്ടാക്കി കൊടുത്ത അപ്പത്തിന് പിന്നത്തെ ദൈവത്തിന് മഹത്വം വർദ്ധിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പറയട്ടെ, അത് നിന്റെ ഇപ്പോഴുള്ള അവസ്ഥ, ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ, നിന്റെ പക്ഷം ഒരിക്കൽ നിന്റെ കരത്തിൽ ഒന്നും കാണിക്കില്ലായിരിക്കാം, നിന്റെ പാത്രത്തിൽ ഒന്നുമില്ലായിരിക്കാം. എന്താ ദൈവം നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന ഒരു വിധവയുണ്ട്. ആ പട്ടണത്തിൽ നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന ദൈവമുണ്ട്. നീ ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ കലം തിളയ്ക്കുന്നവരാ, നിന്റെ വട്ടി തിളയ്ക്കുന്നവരാ, നിന്റെ പാത്രം കമ്പിളി തിളയ്ക്കുന്നവരാ. മരിക്കുവാനിരുന്ന ചിന്തയെ ദൈവം മാറ്റി. 2 കലത്തിലെ മാവ് കൊണ്ട് നിറച്ചു, ഭരണി എണ്ണ കൊണ്ട് നിറച്ചു. ദൈവം പഠിപ്പിച്ചു. ഞാൻ പറയട്ടെ, ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ കലത്തിലെ ഏത് വരണ്ട അവസ്ഥയിലും എന്റെ ദൈവം നിറയ്ക്കും. അത് മാത്രമല്ല, നീ അയൽവക്കത്തിൽ കോരി കൊടുക്കും. വിശ്വാസമുണ്ടോ?